നമസ്കാരം. നമുക്കിന്ന് കുടുതക്കറി ഉണ്ടാക്കാം. അപ്പം കുടുതക്കറിക്ക് നമ്മൾ കുടുത നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം, കറിവേപ്പില ചേർത്ത് കൊടുക്കാം, ഇഞ്ചി ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ കുടംപുളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മുളകൊക്കെ ഒന്ന് ചൂടാക്കിയിട്ടാണ് ഇടുന്നത്. അപ്പം മല്ലിപ്പൊടി മുളക് പൊടി നമ്മൾ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഇടാം. ഞാൻ ഒരു ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. മുളക് പൊടി ഒരു 4 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. മല്ലിയും മുളകും ഒന്ന് ചൂടാക്കുന്നുണ്ട് ചെറുതായിട്ട്. പൊടിയുടെ പച്ചമണം പോകുന്ന വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ചൂടാക്കിയ മുളകും മല്ലിയില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയുടെ 2ാം പാലാണ്. ആ 2ാം പാലും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേവിക്കാം. 2ാം പാല് ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഈ മീനിൻ്റെ മുകളിലായിട്ട് നിൽക്കണം കേട്ടോ. ഈ വെള്ളം മീനിൻ്റെ മുകളിലായിട്ട് നിൽക്കണം. അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ മീൻകറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കുടംപുളി ഇട്ട മീൻകറി ഉണ്ടല്ലോ, കുടംപുളി ഇട്ട മീൻകറി തൃശ്ശൂർക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ വേറെ എന്തിനേക്കാളും കൂടുതലൊക്കെ വെക്കുമ്പോൾ കുടംപുളി തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ അതിൻ്റെയൊക്കെ വെക്കുമ്പോൾ മാങ്ങ ഇട്ടിട്ട് വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുടുതക്കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല തൻപാല് കുറച്ച് ചേർത്ത് കൊടുക്കും. നല്ല എരിവുണ്ട് കേട്ടോ, പണിയായിന്നാ തോന്നുന്നു. എരിവുള്ള മുളക് പൊടിയാണ്. നല്ല തൻപാല് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് ഇങ്ങനെ കലത്തോടു കൂടി ചുറ്റിക്കാനേ പാടുള്ളൂ, കയ്യിലിട്ടിട്ട് ഇളക്കരുത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി മൂപ്പിക്കണം കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ കറിവേപ്പിലയും. അപ്പോൾ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നല്ലതാണ് കേട്ടോ, എരിവ് കുറയും. അപ്പോൾ നമ്മൾ കൂടുതൽ കുറച്ച് വറക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലും കുടംപുളിയൊക്കെ ഇട്ട നല്ല കുടുതക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉള്ളി കാച്ചിയതിന് ശേഷം ഒന്നും കൂടി ഒരു 2-3 തളയും കൂടി തിളക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കുടുതക്കറി റെഡിയായി. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. കണ്ടുപോയാൽ പോരാ, ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.